ഇപ്പൊ നിങ്ങളുടെ മക്കള് നിങ്ങളോട് ചോദിക്കാന്ന് വിചാരിക്കാം, ഒരു സോളോ ട്രിപ്പ് പോകണം, ഒരു 18 വയസ്സൊക്കെ ആവുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അഭിപ്രായം പറയാം? ശ്രീകുട്ടിക്ക് എന്തായിരിക്കും അഭിപ്രായം പറയാം? ഞാൻ സന്തോഷമായിട്ട് വിടും, പക്ഷെ പറഞ്ഞു കൊടുക്കും. എനിക്കറിയാവുന്നിടത്തോളം എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഡിസിഷൻ അവരപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പിള്ളേരല്ലേ, നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. ഇപ്പോഴേ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ആ വയസ്സൊക്കെ ആകുമ്പോൾ കാര്യം നന്നായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യണം, പുതിയ പുതിയ ആൾക്കാരെ കാണണം, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ആ സ്ട്രഗിൾസ് ഇപ്പം മീനുനാണെങ്കിൽ ഇപ്പം നമ്മൾ ഫുൾ ഫെസിലിറ്റി കൊടുത്ത് ഇങ്ങനെ വളർത്തി വരുമ്പോൾ അവൾ ആ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് ഒറ്റയ്ക്ക് പോയി അത് ഫേസ് ചെയ്യണം. ഞാൻ ധൈര്യമായിട്ട് വിടും. അത്യാവശ്യം നല്ല സെൽഫ് ഡിഫെൻസ് ഒക്കെ അപ്പോഴത്തേക്ക് പഠിപ്പിച്ചിട്ട് കൊടുക്കും. ആരെങ്കിലും വന്നാൽ 2 ഇടി അവൾ കൊടുത്തോളൂ. സോ ഞാൻ വിടും. ദിവ്യശ്രീക്ക് എന്താ തോന്നണേ? പെട്ടെന്നൊന്നും വിടില്ല, പക്ഷെ എന്നാലും അവൾ 2-3 പ്രാവശ്യം കമ്പയിൽ ചെയ്താൽ വിടും. പക്ഷേ എനിക്കറിയാം അവളുടെ ഒരു മാനസികാവസ്ഥ. കാരണം എനിക്കും അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു, അങ്ങനെ പോകാനോ ഒക്കെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അച്ഛൻ സമ്മതിക്കില്ല, അമ്മ സമ്മതിക്കില്ല, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ അവരുടെ ഒരു പേടി നമ്മള് ശരി വെറുതെ പേടിപ്പിക്കണ്ട. അപ്പൊ പെട്ടെന്ന് അവള് പറഞ്ഞ എന്തായാലും പറ്റൂല എന്ന് എന്നെ പറയൂ. പക്ഷെ കുറെ പ്രാവശ്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സൊന്ന് ഇളകി സമ്മതിക്കും. ഓസ്ട്രേലിയയിലുള്ള അമ്മമാരുടെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ അമ്മമാരെക്കാളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ ഒരു നിലപാട്? ശരിക്കും ഞാൻ വിടുമായിരിക്കും. കാരണം ഞാനിങ്ങനെ സോളോ ട്രിപ്പ് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്കൂൾ ട്രിപ്പും കോളേജ് ട്രിപ്പും ഒക്കെ ഞാനിങ്ങനെ കരഞ്ഞും കാലും പിടിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു സോളോ ട്രിപ്പ് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സോളോ ട്രിപ്പ് പോകണമെന്ന് എപ്പോഴെങ്കിലും. അപ്പം അവൾ ചോദിച്ചാൽ അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് തിരക്കി, എവിടെയാണ് ഒരു ഡീറ്റെയിൽ കാര്യമൊക്കെ തിരക്കി ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും ഞാൻ അവളെ വിടും. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ പാടില്ല. ആൻഡ് വിദ്യയ്ക്ക് ഇപ്പോൾ ട്രിപ്പ് പോകാനായിട്ടുള്ള തടസ്സം എന്താണ്? ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊരു പോയിന്റിൽ നിൽക്കുവാണ്. ഇപ്പോൾ കുറേ തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഞാൻ എൻ്റെ പോയിന്റിൽ എനിക്ക് ഉറച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. മുമ്പ് എനിക്ക് അങ്ങനെ ഇല്ല, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് എന്തൊക്കെ തടസ്സം വന്നാലും എനിക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് സോളോ ട്രിപ്പ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ്. ഇപ്പം തടസ്സം എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നുള്ളത് എനിക്കറിയാം. അതെ,